പിണറായി വിജയൻ ഇമാമും കാന്തപുരം മോമും. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. മൗലാന മൗലൽ ആലം സുൽത്താനുൽ ഉലമാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ഷൈത്താനുൽ ഉലമാ എന്ന് പറഞ്ഞാടാ. സുൽത്താനുൽ ഉലമാ നല്ലടാ, ഷൈത്താനുൽ ഉലമാ എന്ന് പറഞ്ഞാടാ. ശുംഭന്മാർ, എംഭോക്കികൾ, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? പണ്ഡിതന്മാരെയും മുതല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാലി പിടിച്ചു വേകിയ ഘട്ടത്തിലാണ് എന്നെപ്പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത്. ദജ്ജാലിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ നിലയിലാണ് കേൾക്കുന്നത്. അയാൾക്കുള്ള അനുയായികൾക്ക് ഉളുപ്പ് എണ്ണ 3 അക്ഷരം ഉണ്ടെങ്കിൽ അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാരും മനസ്സിലാക്കണം, അതെല്ലാരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ, അയാളെ പുല്ലുവിലക്ക് പുറത്തു നിർത്തിക്കോളൂ. നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട്, മഹാനായ സമസ്ത സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട്, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞു പിടിച്ച് പുറത്തെറിഞ്ഞോളൂ. അവർക്ക് വഖഫ് ബോർഡ് പോയിട്ട് ഒരു മഹലിൽ പോലും സ്ഥാനം കൊടുക്കണ്ട. പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാന്തപുരത്തെ ദീനിന്റെ ചുളക്കുട്ടികൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ച് പിരിഞ്ഞിരിക്കുന്നത്. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരൊരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്റെ മുടി കാരന്തൂരിൽ വർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. മറ്റേ ചങ്ങാതിനെ വേണ്ട കേട്ടോ, ഉള്ളാളത്തണം, അതിനെ വേണ്ട. ശംസുൽ ഉലമയെ തള്ളിപ്പറഞ്ഞ ആളാണ്, അയാളെ വേണ്ട. സ്ഥാനാർത്ഥിനെ 2 സ്റ്റേജിൽ ഇരുത്തിയിട്ട് പറയാ, ഞങ്ങളിത് പറയാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് തിരിയും. തിരിഞ്ഞ് കുട്ടികൾക്ക് തിരിഞ്ഞ്, നിന്റെ കഥയും കഴിഞ്ഞ്. യഥാർത്ഥത്തിൽ കണ്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ചുരുങ്ങിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാണ്. യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാൻ പ്രചരണം നടത്തി കോടിക്കണക്കിന് ഉറുപ്പിക സ്വീകരിച്ചു. വിവിധ കേരള മുസ്ലിങ്ങൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടൊക്കെ പള്ളി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ 90 വർഷം പിന്നിട്ടു. 100ാം വാർഷികം സമസ്ത ആഘോഷിക്കുമ്പോ ആ 100ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ ഉമ്മാന്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഇത് വെല്ലുവിളിക്കാനും തയ്യാറാണ്. കാന്തപുരം അടക്കം വന്നോളി, നിങ്ങൾ അടപ്പ് ഞാൻ ഊരിത്തരാം. സാക്ഷാൽ 8 മുമ്പ് ഇപ്പൊ ഉള്ളത് കാരന്തൂർ മർക്കസിലാണ്. അസൂയാലുക്കൾ പടുത്തുയർത്തിയ ആരോപണങ്ങളുടെ വൻ മതിൽക്കെട്ടുകളെ ഈമാനാകുന്ന വജ്രായുധം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ആദർശ പടയോട്ട ഭൂമികയിലൂടെ കാലത്തിന്റെ കാവലാൾ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുന്നേറി ഇന്ത്യയുടെ ഇതിഹാസമായി, കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടത്തിനു മുന്നിൽ കിടന്നോ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗം ഇന്ന് നെട്ടോട്ടമോടുകയാണ്. സമസ്തയുടെ പവിത്രമായ ആദർശത്തെ വലിച്ചെറിഞ്ഞോ വഹാബിസത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന വിഘടിത വിഭാഗത്തിന്റെ അണിയറയിലെ കാന്തപുരമെന്നുള്ള പേരഭിമാനമേ, കണ്ടു കൊതി തീരാത്ത അജബിൻ താരമേ, കാത്തുവെക്കണമേറെ കാലം റാഹിമേ. നോവതത്ര സഹിച്ചതാണൻ ശൈഖുനാ, ത്യാഗവഴിയിൽ
കാന്തപുരമെന്നുള്ള പേരഭിമാനമേ കണ്ടു കൊതി തീരാത്ത അജബൻ താരമേ കാത്തുവെക്കണമേറെ കാലം